യിരെമ്യാവ് 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സിദെക്കിയ രാജാവ് മൽക്കിയാവിന്റെ മകനായ പശൂരിനെയും മയസേയാവിന്റെ മകനായ സെഫന്യ പുരോഹിതനെയും യിരെമ്യാവിന്റെ അടുക്കൽ അയച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തന്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ യിരെമ്യാവിന് യഹോവെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. യിരെമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സിദെക്കിയാവോട് ഇപ്രകാരം പറയണം, യിസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിന്റെ നടുവിൽ കൂട്ടും. ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും. അവർ മഹാമാരിയിൽ മരിക്കും. അതിനുശേഷം യഹൂദരാജാവായ സിദെക്കിയാവെയും അവന്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി, വാൾ, ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞുവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കൈയിലും അവരുടെ ശത്രുക്കളുടെ കൈയിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും. അവൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിന്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഞാൻ എന്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വെച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനെ ബാബേൽ രാജാവിന്റെ കൈയിലേൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. യഹൂദാഗൃഹത്തോട് നീ പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. ദാവീദ് ഗൃഹമേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷനിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്തിയെരിയിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കൈയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുവീൻ. താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കയും ആർ ഞങ്ങളുടെ നേരെ വരും, ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിനു തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ അവരുടെ കാട്ടിന് തീവെക്കും, അത് അവരുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്.